ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൂടെ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലർ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓണിലാണ് ഉള്ളത്, മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാനൊരു അര ഭാഗം ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നമ്മൾ അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക്, കുഞ്ഞു മക്കൾക്കായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞത് കൊണ്ടാണ് ഇതുപോലെ കാണുന്നത്. ഇനി നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇച്ചിരി എരിവൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു ചെറിയ പീസ് പൊട്ടറ്റോ എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തിട്ടതാണ്, ചോപ്പ് ചെയ്തിട്ടത്. അപ്പോൾ അതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോപ്പ് ചെയ്തിടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കൂടുതൽ എരിവുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നോട്ടെ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്നുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്. കാരണം വെച്ചാൽ മുട്ടയുടെ എല്ലാ വശത്തും നമ്മുടെ മസാലയിലെ എല്ലാ വശത്തും മുട്ടയെത്തണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എനിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി മസാല ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഇനി ഞാനൊരു നമ്മുടെ സാധാരണ കാരയപ്പം ചുടുന്ന അപ്പച്ചട്ടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഇങ്ങനെ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഒഴിക്കാൻ വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചൂടായതിന് ശേഷം നമ്മുടെ ഓരോ നമ്മുടെ കൂട്ടെടുത്ത് ഒഴിച്ചു കൊടുക്കുക, മുട്ടയുടെ കൂട്ടെടുത്ത് ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ചോറിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടയുടെ ഇതാണ്. പിന്നെ പൊട്ടറ്റോ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ അതും ഇത് പൊട്ടറ്റോ ഉണ്ടോയെന്ന് തോന്നുന്നേയില്ല കേട്ടോ. ഇതിൽ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ഉണ്ടോയെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. അതുപോലെ തന്നെ കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടയുടെ ഐറ്റമാണ്. പിന്നെ അത് വെച്ചാൽ കൂടുതൽ എരിവില്ല, ചോറിൻ്റെ കൂടെ കഴിക്കുന്ന കൂടുതൽ എരിവില്ല. ഇനി പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ വേണ്ടെങ്കിൽ ഇടണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തെ സൈഡ് നമുക്ക് നല്ലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കൂടുതൽ എണ്ണയും ഇല്ല ഇതിൻ്റെ അകത്ത്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ സൈഡ് റെഡി ആയിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു 7 മിനിറ്റ് മതി, എല്ലാം കൂടെ പെട്ടെന്ന് റെഡി ആയി കിട്ടും. നമുക്ക് സാധനങ്ങൾ വെക്കേണ്ട ആ ഒരു താമസമില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇനിയും ഒരു 3 എണ്ണത്തിൽ ആക്കേണ്ട ബാലൻസ് വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് കൂടുതൽ എണ്ണ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ അതും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടതും അതുപോലെ തന്നെ കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം, എങ്കിൽ വെജിറ്റബിൾസൊക്കെ കുട്ടികൾ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.